ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു പായസമാണ്. നല്ല അടപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഓണം പ്ലേലിസ്റ്റിലത്തെ പാർട്ട് 1 ആണ്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അടയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിങ്ങനെ വെള്ളം തിളപ്പിക്കുകയാണ്. അതിലേക്കോട്ട് നമുക്ക് അടയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് ആവശ്യം. അതിനായിട്ട് ഞാൻ 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചവ്വരിയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്കോട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കോട്ട് 1 കപ്പ് കഴുകിയ ചവ്വരിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് വരണം. വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ഉരുളി എടുക്കാം. എന്നിട്ട് അതിലേക്കോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്കോട്ട് അടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മളിതൊന്ന് അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം അതിൽ കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് പശയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം നമുക്ക് നമ്മളുടെ അട നല്ലതുപോലെ കിട്ടും. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് ഒട്ടാതിരിക്കാനാണേ. ഇനി നമുക്കിതിലേക്കോട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ശർക്കരയാണ്. അതൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി വെച്ചിരിക്കുകയാണേ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം അടയാണ്. 500 ഗ്രാം അടയ്ക്ക് 1 കിലോ ശർക്കരയാണ് ആവശ്യം. ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് മധുരം കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ശർക്കര ചെറുതായിട്ടൊന്ന് നമ്മൾ വഴറ്റി ചെറിയ രീതിയിൽ വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കോട്ട് 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്കോട്ട് 2-ാം പാൽ ചേർക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്കോട്ട് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചവ്വരി ഇതിലേക്കോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കോട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്കോട്ട് തേങ്ങ തേണ്ടോ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സ് നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ആ നെയ്യോട് ചേർത്ത് പായസത്തിലേക്കോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പായസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല കളറുണ്ട് ഇതിന്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. നമ്മളുടെ ഓണം പ്ലേലിസ്റ്റ് എടുത്ത് നോക്കണം. എല്ലാ റെസിപ്പീസും കണ്ട് അത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.